അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ കൂട്ടുകാരനെ നോക്കി ചിരിച്ചു, മൈൻഡ് ചെയ്തു. പക്ഷേ കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. അന്ന് ഭാര്യ നിങ്ങളുടെ അടുത്ത് തീരെ സംസാരിക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് കുറച്ച് വിഷമമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാര്യ എൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമാകെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കേട്ടിട്ടുണ്ടായിരിക്കും ആങ്സൈറ്റി അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഞാനൊന്നല്ലെങ്കിൽ പ്രാന്തായി പോവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണ് പോവും എന്നൊക്കെ ചിന്തിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ. പലപ്പോഴും വിഷാദരോഗങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ആ വിഷാദരോഗം തുടങ്ങാനും അത് നിലനിന്ന് പോകാനുമായിട്ടുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്ക് അനുഭവപ്പെടുന്ന ചിന്താവൈരുദ്ധ്യങ്ങളാണ്, അഥവാ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ജമ്പിങ് ടു കൺക്ലൂഷൻസ്. ഇവിടെ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു നെഗറ്റീവായിട്ടുള്ള പരിണാമത്തിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് നമ്മൾ സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യമോ വസ്തുതകളോ ഒന്നും ചെക്ക് ചെയ്യാതെ എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം സംഭവിച്ചതിൻ്റെ എവിഡൻസോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളൊന്നും ചെക്ക് ചെയ്യുന്നില്ല, നേരിട്ടൊരു നെഗറ്റീവായിട്ടുള്ള കൺക്ലൂഷനിലോട്ട് എത്തിച്ചേരാണ് ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് മൈൻഡ് റീഡിങ് അഥവാ മനം വായന, ആൻഡ് രണ്ടാമത്തെയാണ് ദ ഫോർച്യൂൺ ടെല്ലർ എറർ, അതായത് ഭാവി പ്രവചിക്കുന്നതിലെ അബദ്ധം അല്ലെങ്കിൽ തെറ്റ്. ഇനി ഇതിലൊന്നാമത്തെ മൈൻഡ് റീഡിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ദിവസം റോഡിലൂടെ നടന്നു പോവുക. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നത് നിങ്ങൾ കണ്ടു. നിങ്ങൾ കൂട്ടുകാരനെ നോക്കി ചിരിച്ചു, മൈൻഡ് ചെയ്തു. പക്ഷേ കൂട്ടുകാരൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ്, അവൻ എന്നെ റെസ്പോണ്ട് ചെയ്യാത്തത്, എന്നെ ഇഗ്നോർ ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അവന് എന്നെ ഇഷ്ടമില്ല, അവൻ എന്നെ വെറുതെ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ അവൻ നിങ്ങളുടെ അടുത്ത് തിരിച്ച് മൈൻഡ് ചെയ്യാഞ്ഞത്, തിരിച്ച് നിങ്ങളെ വിഷ് ചെയ്യാഞ്ഞതിനുള്ള കാരണമെന്ന് പറയുന്നത് അവൻ എന്തോ ഒരു പ്രധാന കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കായിരുന്നു. അവൻ ചുറ്റുപാടുള്ളതിലൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെയും കണ്ടതില്ല. പക്ഷെ നിങ്ങൾ മൈൻഡ് റീഡിംഗ് എന്ന് പറയുന്ന ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അനുഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു നെഗറ്റീവ് കൺക്ലൂഷനിലൂടെ എടുത്തു ചാടി, അവൻ എന്നെ ഇഷ്ടമില്ല, അവൻ എന്നെ വെറുത്ത് തുടങ്ങിയിരിക്കുന്നു, അതുകൊണ്ടാണ് അവനെ മൈൻഡ് ചെയ്യാഞ്ഞ്. ഇതുപോലെ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചിന്തിക്കുക, ഇതിനുള്ള കാരണം നിങ്ങളുടെ മനസ്സിലുള്ള ഈ കോഗ്നിറ്റീവ് ചിന്താവൈരുദ്ധ്യമാണ്. ഇനി ഇതിനുള്ള വേറൊരു ഉദാഹരണമാണ്, നിങ്ങളുടെ ഭാര്യ ജോലി കഴിഞ്ഞിട്ട് ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്താം. അന്ന് ഭാര്യ നിങ്ങളുടെ തീരെ സംസാരിക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നിങ്ങൾക്ക് കുറച്ച് വിഷമമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സിറ്റുവേഷൻ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭാര്യ എൻ്റെ അടുത്ത് എന്തോ ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇഷ്ടമാകെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, എന്താണ് സംഭവിച്ചത്, ഞാൻ എന്താ ചെയ്തത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങളാകെ വിഷമിച്ചു പോകുന്നു. അതിനുശേഷം അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച കാരണം നിങ്ങൾ ഡൗൺ ആയിട്ട് ഫീൽ ആകുന്നു. നിങ്ങൾ ഭാര്യയിൽ നിന്നും ഒരു പക്ഷേ വിഡ്രോവൽ ചെയ്യും, അതായത് അവിടെ നിന്ന് മാറിയിരിക്കാനോ അല്ലെങ്കിൽ പിണങ്ങിയിരിക്കാനോ തയ്യാറാവും. അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും കാര്യം പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഈ ഇത്ര നേരം നിങ്ങൾ വിഷമിച്ചതിൻ്റെ അല്ലെങ്കിൽ ഇതിലുണ്ടായിരുന്ന ദേഷ്യം നിങ്ങൾ അവിടെ പ്രകടിപ്പിക്കാനും കൂടുതൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് അത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകാനും കാരണമാവും. അപ്പം നിങ്ങളിവിടെ കണ്ടല്ലോ, അതായത് നമ്മൾ പല കാര്യങ്ങളിലോട്ടും തെറ്റായിട്ടുള്ള ധാരണകളിലേക്ക് നമ്മളങ്ങ് എടുത്തു ചാടി എത്തിച്ചേരുക ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ മൂഡ് വീണ്ടും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ഡൗൺ ആയി പോവുക ചെയ്യുന്നത്. ഇങ്ങനത്തെ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ മറ്റൊരാളുടെ അടുത്ത് അത് ഡിസ്കസ് ചെയ്ത് അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങൾ തന്നെ പിന്നോട്ടടിക്കുന്ന ഇത്തരത്തിലുള്ള ബിഹേവിയർ കാരണം ഒരു പ്രശ്നമില്ലാത്ത റിലേഷൻഷിപ്പിലും പലപ്പോഴും നിങ്ങളുടെ ഇങ്ങനത്തെ ചിന്താഗതികൾ കാരണം അത് പ്രശ്നപൂരിതമായി തീരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഇതിലെ രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ്, അതായത് ജമ്പിങ് ടു കൺക്ലൂഷനിലെ രണ്ടാമത്തെ തരത്തിലുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനാണ് ദ ഫോർച്യൂൺ ടെല്ലർ എറർ. അതെ, അതായത് എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ട് ദുരന്തം മുൻകൂട്ടി പറയുന്ന നിങ്ങളുടെ മാന്ത്രിക വടി എന്ന് നമുക്കിതിനെ പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളവിടെ ഭാവിയിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോവുക, അത് ദുരന്താണെന്ന് ചിന്തിക്കുക ചെയ്യണേ. എന്നിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ചെക്ക് ചെയ്യാതെ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. ആ റിയലിസ്റ്റിക് അല്ലാത്ത ആ ദുരന്തം നിങ്ങൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് അത് സംഭവിക്കാൻ പോകണു എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇതിൽ ഒരു കുട്ടിക്ക് ആങ്സൈറ്റി അറ്റാക്ക് ഉണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആങ്സൈറ്റി അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് എന്നൊക്കെ. അപ്പോൾ ആ കുട്ടി ആ സമയത്ത് ചിന്തിക്കുകയാണ്, ഞാനൊന്നല്ലെങ്കിൽ പ്രാന്തായി പോവും, അല്ലെങ്കിൽ ബോധം കെട്ട് വീണ് പോവും എന്നൊക്കെ ചിന്തിക്കുക.
എന്നിട്ട് ആ കുട്ടി ചിന്തിച്ചിട്ട് ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതിയിൽ വിശ്വസിച്ചിട്ട് ആ കുട്ടി ക്ലേശത്തിൽ അനുഭവപ്പെടുക ചെയ്യുന്നത്. അത് ആ കുട്ടിയുടെ മൂഡ് ഡൗൺ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ ഇതുവരെയും പാനിക് അറ്റാക്കോ ആങ്സൈറ്റി അറ്റാക്കോ ഉണ്ടാകുന്ന സമയത്ത് ബോധം കെട്ട് വീണിട്ടുമില്ല, ഭ്രാന്തായി പോയിട്ടുമില്ല. പക്ഷെ ആ കുട്ടി അങ്ങനെ ചിന്തിക്കുന്നത് മൂലം ആ ചിന്ത കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുട്ടി നെഗറ്റീവായിട്ട് മൂഡ് ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആ ഒരു ഡിപ്രസ്ഡ് ആയിട്ട് ആ കാണാൻ വന്ന ഒരു ഡോക്ടറുടെ കാര്യം ഞാൻ പറയാം. ഈ ഡോക്ടർ ചിന്തിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, ഞാൻ എപ്പോഴും ആ ഡിപ്രസ്ഡ് ആയിട്ട് വിഷാദമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ. എൻ്റെ ഈ ദുരന്തം എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യും. എനിക്ക് കംപ്ലീറ്റ്ലി ഉറപ്പാണ് ഒരു ട്രീറ്റ്മെൻറ്റും വർക്കാവാൻ പോകുന്നില്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും തോൽവിയാവാനേ പോകുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പ്രഡിക്ഷൻ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്ന കാര്യം അതിനെക്കുറിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യാശ കണ്ടെത്താൻ സാധിക്കാതെ അദ്ദേഹം ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു പ്രത്യാശ ഇല്ലാത്ത കണ്ടീഷനിൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് രണ്ടിനെയും, അതായത് ജമ്പിങ് ടു കൺക്ലൂഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ മൈൻഡ് റീഡിങ്ങും രണ്ടാമത്തെ ഫോർച്യൂൺ ടെല്ലിംഗ് എറർ, ഇതിന് രണ്ടിനും കൂടി ചേർത്തൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഇത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങളൊരു ദിവസം ഒരു കൂട്ടുകാരനെ ഫോൺ വിളിക്കുക. കൂട്ടുകാരനെ നിങ്ങൾ ഫോൺ വിളിച്ചതിന് ശേഷം കൂട്ടുകാരൻ ആ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം നിങ്ങൾ ഫോൺ എടുക്കാണ്ടായപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, കൂട്ടുകാരൻ എൻ്റെ ഫോൺ എടുത്തില്ല, എന്നെ തിരിച്ച് വിളിച്ചില്ല, കൂട്ടുകാരൻ എന്നെ വെറുത്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, അവന് പണ്ടത്തെ ഇഷ്ടം എൻ്റെ അടുത്ത് ഉണ്ടായിരിക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ സംഭവിക്കുന്നതാണ് മൈൻഡ് റീഡിങ്. അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം നിങ്ങൾ അവനെ വിളിക്കണമെന്നുള്ള രീതിയിൽ ചിന്ത മനസ്സിൽ വരാം. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിൽ പറയുകയാണ്, എന്തിനാത്, ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എത്രത്തോളം ഒരു ക്ലിഞ്ചി ആയിട്ടുള്ള എല്ലാം ലോലനായിരിക്കും എന്ന് അവൻ കരുതും. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് കടിച്ചു തൂങ്ങേണ്ട ആവശ്യകതയില്ല, ഞാൻ അവൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യകതയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഞാൻ അങ്ങനെ ഇപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വളരെ കേവലനാണ് അല്ലെങ്കിൽ ലോലനാണ് എന്ന് ചിന്തിക്കും. എന്നുള്ളൊരു ചിന്ത കാരണം നിങ്ങൾ അവനെ വീണ്ടും വിളിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നിങ്ങൾ അവനായിട്ടുള്ള ബന്ധം കഷ്ടപ്പാടിലോട്ടും അതുപോലെ തന്നെ അവിടെ കണക്ട് ചെയ്യാത്ത കാരണം മൂലം നിങ്ങൾ ദുഃഖിച്ചും മുന്നോട്ട് പോവുക. കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം, 2 മാസം കഴിഞ്ഞതിന് ശേഷം ഒരു കല്യാണ അവസരത്തിൽ, വേറൊരു കൂട്ടുകാരൻ്റെ കല്യാണ അവസരത്തിൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടുക. അപ്പം നിങ്ങൾ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എടാ ഞാൻ നിന്നെ വിളിച്ചിരുന്നല്ലോ, നീ ഒന്നും എടുത്തില്ല. അപ്പോൾ അവൻ അവിടെ സംസാരിക്കുന്നത് എങ്ങനെയാണ്, നിൻ്റെ കോളൊന്നും എനിക്ക് വന്നില്ലല്ലോ, ഞാനങ്ങനെ കോളൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് പറ്റിയ അമളി. കാരണം നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാണ് കാട് കയറിയത്. ആദ്യം നിങ്ങൾ ചിന്തിച്ചു അവന് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരിക്കില്ല, രണ്ടാമത്തെ കോൾ വിളിക്കാമെന്നുള്ള ചിന്ത മനസ്സിൽ എപ്പോഴോ വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ചു അവൻ എന്നെ വെറും ലോലനായിട്ട് അല്ലെങ്കിൽ ക്ലിഞ്ചി ആയിട്ട് കാണും എന്നുള്ളൊരു കാര്യം കൊണ്ട് നിങ്ങൾ രണ്ടാമതും കോൾ വിളിക്കാൻ തയ്യാറായില്ല. ഇതിവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ കാര്യത്തിലോട്ട് ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്ന ചിന്താവൈരുദ്ധ്യം നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറച്ച് പിന്നോട്ടടിക്കുക ചെയ്തേ, നമ്മളെ ദുഃഖത്തിലാഴ്ത്തുക ചെയ്തേ. നമ്മുടെ ഡിപ്രഷൻ ഒരു പക്ഷേ റിലേഷൻഷിപ്പ് കണക്റ്റ് ആവാൻ സാധിക്കാത്ത കാരണം കണ്ടിന്യൂ ചെയ്യാൻ കാരണമാവുകയാണ് ചെയ്തത്. സോ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിന്താവൈരുദ്ധ്യം കടന്നുകൂടുന്നുണ്ടായിരിക്കും. അതിനെ തിരിച്ചറിയേണ്ടത്, ഡിപ്രഷൻ എന്ന് പറഞ്ഞ അവസ്ഥയെ മാറ്റിയെടുക്കാൻ അവയെ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് അമർത്തുക. ഇത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്നതിനായി ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വിഷാദത്തെയും അതുപോലെ മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള കണ്ടൻസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി മറ്റ് കോഗ്നിറ്റീവ് ഡിസോർഡറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. തീർച്ചയായിട്ടും അത് കാണുക. വിഷാദം അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചിന്താരീതികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കേട്ടതെല്ലാവർക്കും നന്ദി. നമസ്കാരം.